പോൽ കൈവിടാ സഖിയായെങ്ങും ഇല്ലാരും ഇല്ലാരും, അവനെ പോൽ പാപിയെ തേടും നോനായി ഇല്ലാരും ഇല്ലാരും. എൻ ഖേദമെല്ലാം താനറിഞ്ഞിടും, എൻ കാലമെല്ലാം താൻ നയിച്ചിടും. യേശുവേ പോ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുക. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. അപ്പോസ്തലനായ പൗലോസ് തങ്ങളുടെ പ്രബോധനം തെസ്സലോനിക്കയിലായിരുന്ന സമയത്ത് നടത്തിയ പ്രബോധനങ്ങൾ എങ്ങനെയായിരുന്നില്ല എന്ന് പറയുകയാണ്. ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് പൗലോസിനെയും ശീലാസിനെയും തീമോത്തിയോസിനെയുമാണ്. ആ മിഷണറി യാത്രയിൽ പൗലോസിനോടൊപ്പം ഈ സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ശുശ്രൂഷ, അവരുടെ വചനഘോഷണത്തിൽ ഇല്ലാതിരുന്ന 3 കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. 1, അബദ്ധം ഇല്ലായിരുന്നു. 2, അശുദ്ധി ഇല്ലായിരുന്നു. 3, വ്യാജം ഇല്ലായിരുന്നു. പൗലോസിന്റെ ശുശ്രൂഷ വിജയകരമായി തീർന്നതിന്റെ ഒരു കാരണം ഈ കാര്യങ്ങളില്ലാത്തതാണ്. ഇവിടെ ഞങ്ങളുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ അവിടെ 2 ആശയങ്ങളുണ്ട്. 1, ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങൾ, ആത്മീയ ജീവിതത്തിന്റെ അപൂർത്തിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, ദൈവിക ആലോചനകൾ, അത് പ്രബോധനം എന്ന വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2, കഷ്ടത അനുഭവിക്കുന്നവരെ പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോകുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ. ഈ 2 ആശയങ്ങളാണ് പ്രബോധനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വചന ശുശ്രൂഷകളിലൂടെയും ഇതുതന്നെയാണ് നടക്കേണ്ടത്. ആളുകൾക്ക് ആത്മീയാവർദ്ധന ഉണ്ടാകുന്ന ദൈവിക ആലോചനകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ബുദ്ധിമുട്ടിൽ, ഭാരത്തിൽ, പ്രയാസത്തിൽ, കഷ്ടതയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന വാക്കുകളും പറയേണ്ടതാണ്. ആളുകളുടെ തെറ്റുകളെ തിരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ദൗത്യം ദൈവവചന ശുശ്രൂഷയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പൗലോസ് പറയാണ്, അതിനു വേണ്ടി താങ്കൾ ഒഴിവാക്കിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. 1, അബദ്ധത്തിൽ നിന്നോ. അബദ്ധം എന്നിവിടെ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം തെറ്റായിട്ടുള്ള സന്ദേശമല്ല പൗലോസ് പറഞ്ഞത്, ശരിയായിട്ടുള്ള ദൈവിക ആലോചനകളാണ് പറഞ്ഞത്. പൗലോസിന്റെ എതിരാളികൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ അസൂയ പൂണ്ട് പൗലോസ് അബദ്ധത്തും അശുദ്ധിയിൽ നിന്നും വ്യാജത്തോടൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു പരത്തുവാൻ ശ്രമിക്കുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, അവർക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ വിശ്വസിച്ചത്. പൗലോസിന്റെ ശുശ്രൂഷയിൽ യാതൊരു അബദ്ധമോ യാതൊരു അശുദ്ധിയോ യാതൊരു വ്യാജമോ ഇല്ലാതിരുന്നുകൊണ്ടാണ് തെസ്സലോനിക്കയിൽ വലിയൊരു കൂട്ടം അത് വിശ്വസിക്കുവാനും ദൈവമക്കളായി തീരുവാനും ഇടയായത്. പൗലോസിന്റെ പ്രസംഗത്തിൽ യാതൊരു വിധമായ തെറ്റും ഇല്ലായിരുന്നു. യാതൊരു ദുരുപദേശവും പൗലോസ് പ്രസംഗിച്ചില്ല. സത്യവചനം, യഥാർത്ഥമായ ഉപദേശം, യഥാർത്ഥമായ ദൈവത്തിന്റെ ആലോചനയാണ് പൗലോസ് പ്രസംഗിച്ചത്. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, വചനഘോഷണം നടത്തുമ്പോൾ അത് എത്രത്തോളം ശരിയായിട്ടുള്ള ഉപദേശമാണ് എന്ന് നാം പരിശോധിക്കണം. കാരണം പിശാച് എപ്പോഴും വ്യാജമായ ഉപദേശങ്ങൾ കൊണ്ട് ക്രിസ്തീയ ലോകത്തെ മലിനമാക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവമക്കളായിരിക്കും നമ്മൾ സത്യവചനം ശരിയായിട്ട് പ്രസംഗിക്കുവാൻ, യഥാർത്ഥ ഉപദേശം, ദൈവവചനപ്രകാരമുള്ള ഉപദേശത്തിൽ യാതൊരു മായവും ചേർക്കാതെ
പ്രസംഗിക്കുവാനും പ്രബോധിപ്പിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ പ്രസംഗിക്കുന്ന ശുശ്രൂഷയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടാകത്തുള്ളൂ, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകത്തുള്ളൂ. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, മനുഷ്യരുടെ കയ്യടി നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വ്യാജമോ അബദ്ധമോ അശുദ്ധിയോ അതിൽ കയറ്റിയാൽ ദൈവം മുമ്പാകെ ആ പ്രസംഗത്തിൻ്റെ മൂല്യം നഷ്ടമാകും. ആ പ്രസംഗത്തിന് ദൈവം മുമ്പാകെ യാതൊരു വിലയുമില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നാം പ്രസംഗിക്കേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്, അശുദ്ധിയിൽ നിന്നോ? യാതൊരുവിധമായ അശുദ്ധിയും പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് തൻ്റെ പ്രസംഗത്തിന്റെ മറ്റൊരു വിജയം. അശുദ്ധിയിൽ നിന്നുള്ള പ്രസംഗം എത്ര ശക്തമാണെങ്കിലും, എത്ര മനോഹരമാണെങ്കിലും, എത്ര വാഗ്ദോലനയുണ്ടെങ്കിലും, എത്ര നല്ല പദപ്രയോഗങ്ങൾ പ്രസംഗിക്കുന്നെങ്കിലും, എത്ര നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കുന്നെങ്കിലും അശുദ്ധിയിൽ നിന്നാണെങ്കിൽ അതൊരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല, ദൈവം അവിടെ പ്രസാദിക്കുന്നില്ല, ദൈവം അവിടെ പ്രവർത്തിക്കുന്നില്ല. അശുദ്ധി നീക്കളയണം. യാതൊരുവിധമായ അശുദ്ധിയും ജീവിതത്തിൽ കടന്നു വരാതെ, എന്തെങ്കിലും അശുദ്ധി കടന്നു വരുമ്പോൾ അതിനെ താലോലിക്കാതെ അതിനെ അന്നേരം തന്നെ നീക്കിക്കളഞ്ഞ് ദൈവത്തിന് ഉപയോഗപ്രദമായ മാനപാത്രങ്ങളായി, വിശുദ്ധിയുള്ള പാത്രങ്ങളായി, ദൈവത്തിന് ഉപയോഗിക്കത്തക്ക വിശുദ്ധനായി, ദൈവത്തിന് കരങ്ങളെടുത്ത് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധ പാത്രങ്ങളായി പ്രസംഗിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ഫലകരമായി തീരുന്നത്. അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അശുദ്ധി കയറ്റിവിടാൻ ശ്രമിക്കാൻ, നമ്മുടെ പ്രസംഗത്തെയും നമ്മുടെ ശുശ്രൂഷയും തകർക്കുവാൻ, അശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കേൾവിയിലൂടെയോ കാഴ്ചയിലൂടെയോ നമ്മുടെ ചിന്തയിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെ അശുദ്ധി കടന്നു വരാതെ വിശുദ്ധിയോടെ ജീവിപ്പാനും വിശുദ്ധിയോടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനും ഓരോ ദൈവപൈതലിനും ഉത്തരവാദിത്വമുണ്ട്. അതായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷയുടെ വിജയത്തിന്റെ മറ്റൊരു കാരണം. മൂന്നാമത് പൗലോസ് പറയുന്ന വ്യാജത്തോടെ വന്നതല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ലക്ഷ്യവും പൗലോസിനില്ലായിരുന്നു. വഞ്ചിക്കുവാൻ വേണ്ടിയുള്ളതായ, അല്ലെങ്കിൽ പ്രസംഗിച്ച ആളുകളെ വഞ്ചിക്കുവാനായിട്ട് വേണ്ടിയുള്ള ഒരു സന്ദേശമല്ല, ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രസംഗമല്ല. ആളുകളെ വഞ്ചിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. വഞ്ചിക്കപ്പെടുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതായ ആളുകൾ അന്ത്യകാലത്തുണ്ടാകും എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പൗലോസിന്റെ മനോഭാവം ശരിയായിരുന്നു. അത് ഒരു വ്യാജ മനോഭാവമായിരുന്നില്ല. ഒരു കാരണവശാൽ ആരെയും വഞ്ചിക്കാനോ ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ നേടാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗമായിരുന്നില്ല. തൻ്റെ പ്രസംഗ ചാതുര്യം പ്രകടിപ്പിച്ച ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള പ്രസംഗമോ ആയിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെ ഇരിക്കുന്നു? നാം കേൾക്കുന്നതായ സന്ദേശങ്ങൾ, നാം കൈമാറുന്ന സന്ദേശങ്ങൾ, അത് വിശുദ്ധിയോടെയാണോ? അത് വ്യാജമില്ലാതെ, തെറ്റായ യാതൊരു ലക്ഷ്യവുമില്ലാതെ, അത് ശരിയായിട്ടുള്ള ഉപദേശമാണോ പ്രസംഗിക്കുന്നതെന്ന് നാം തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ആളുകൾക്ക് ആത്മീയ വർധന ഉണ്ടാകുന്നത്, അതുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നത്, അതുകൊണ്ട് ആളുകൾ ഉത്തേജിക്കപ്പെടുന്നത്, ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ടും, വിശുദ്ധിയിലും നിർമ്മലതയിലും വ്യാജം കൂടാതെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ശുശ്രൂഷിപ്പാനും ജീവിപ്പാനും ദൈവം ഈ ചിന്തകളെയും മുഖാന്തരമാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.